ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. നമുക്ക് ശ്യാം സ്കൂൾ പാഠപഠനത്തിന് മുമ്പായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കരുണാസമ്പന്നനായ സ്വർഗീയാഴ്ത്തിട്ട പിതാവേ, വീണ്ടും പ്രാവശ്യത്തിലായിരിക്കാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകി കൃപയ്ക്കാനുള്ള സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നപ്പ ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ. അങ്ങയുടെ തിരുവചനത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും അതിനെ ധ്യാനിപ്പാനും അതിലെപ്പോഴും അടിയങ്ങൾ ഉറച്ചു നിൽപ്പാനും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണമെന്ന് അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ താമോട് അപേക്ഷിക്കുന്നവരോട് കേൾക്കുമാറാണമേ. ആമേൻ. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും രാഷ്ട്രീയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിപ്പം തക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ കോട്ടിലെ 4-ാമത്തെ പാഠമായ വേദപുസ്തകത്തിൻ്റെ പങ്ക് എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ മനപ്പാഠവാക്യം എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വേദപുസ്തകത്തിൻ്റെ പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും പഴക്കമേറിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം എന്ന് നമുക്കറിയാം. ഇത് ഏകദേശം 700-ൽ അധികം ഭാഷകളിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്നതും വിറ്റഴിക്കുന്നതുമായ ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്നോ അതിലധികമോ ബൈബിളുകൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീടുകളിലുണ്ട്. നമ്മൾ ഈ ബൈബിളിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി തവണ ഈ ബൈബിള് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, വായിക്കുവാനായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിരവധി ആളുകൾ ഈ ദൈവത്തിൻ്റെ ഈ തിരുവചനം നഷ്ടപ്പെട്ടു പോകാതെ അവരത് പകർത്തി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ തിരുവചനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം ആളുകൾ അവരുടെ ജീവൻ തന്നെ ബലി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, ശക്തമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ചിന്തകളെയും ഒക്കെ വിവേചിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കും. നമ്മുടെ മനപ്പാഠവാക്യത്തിലൂടെ നാം മനസ്സിലാക്കിയതാണ്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു മാനസാന്തരത്തിന് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മാറ്റപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ക്രിസ്ത്യാനികളായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദപുസ്തകത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് നാം ഇന്ന് പോകുന്നത്. നമുക്കറിയാം, ചിലർ അത് കിടക്കയുടെ സൈഡിൽ വയ്ക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കറിയാം, അവരുടെ തലകണയോടൊപ്പം തന്നെ അവർ സൂക്ഷിക്കുന്ന ഒന്നാണ് ബൈബിൾ എന്ന് പറയുന്നത്. എന്നാൽ ചിലരത് ബുക്ക് ഷെൽഫുകളിൽ അവർ സൂക്ഷിച്ചു വയ്ക്കുന്നു. അത് പൊടി പിടിച്ച് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലരവരുടെ മേശപ്പുറത്താണ് വയ്ക്കുന്നത്. ഇത് എവിടെ വയ്ക്കുന്നു എന്നുള്ളതിലല്ല പ്രധാനം, ഇത് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ നമ്മളിത് ദിവസേന ഇത് വായിക്കാനും നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കാരണം നമ്മൾ ഓരോരുത്തരും ആരാണ്? ക്രിസ്തുവിൻ്റെ അനുയായികളാണ്, അല്ലേ? അല്ലെങ്കിൽ ഈ തിരുവെഴുത്തുകൾ അത് ദൈവശാസ്ത്രീയമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അപ്പം ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ദിവസേന വായിക്കുകയും അത് പഠിക്കുവാൻ ഉത്സാഹിക്കുകയും അതിനെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ദൈവവുമായുള്ള നമ്മുടെ ഒരു ബന്ധത്തിൽ നമ്മൾ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദിവസേനയുള്ള വേദപഠനവും ഇതിനെക്കുറിച്ചുള്ള ധ്യാനവും പ്രാർത്ഥനയും വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനപ്പാഠ വാക്യത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഒരു ആയുധമാണ്, ഒരു ശക്തമായ ആയുധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫേസ്യർ 6:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ. പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇവിടെ 2 കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ചാണ്, 2 പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളുമാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പാപം ചെയ്യുന്നതിന് മുമ്പ് ലൂസിഫർ ദൈവത്തിൻ്റെ ഒപ്പമായിരുന്നപ്പോൾ അവ ദിവസേന ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ലൂസിഫർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പാപം അവൻ്റെ ഉള്ളിൽ കടന്നതോടുകൂടി എന്ത് സംഭവിച്ചു? സാത്താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്നായി മാറി ദൈവത്തിൻ്റെ തിരുവചനം എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താൻ അറിയാം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതെന്താണ്? ശക്തിയുള്ളതാണ്, മനുഷ്യനെ മാറ്റുവാൻ ഉതകുന്നതാണ് എന്ന് സാത്താൻ മനസ്സിലാക്കിക്കൊണ്ട്, അല്ല എങ്കിൽ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് സാത്താൻ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മളെ എങ്ങനെ അകറ്റാം എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും തിരക്ക് പിടിച്ചതാണ്, അല്ലേ? പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ തിരക്ക് പിടിച്ചൊരു ജീവിതം നമ്മൾ നയിക്കുന്നു. ആ തിരക്കിൻ്റെതായ ക്ഷീണം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുമാത്രമല്ല, നമ്മളിപ്പം ഇന്നത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമുക്ക് മനസ്സിൽ പലപ്പോഴും സംശയമുണ്ട്. ദൈവമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതം, സോഷ്യൽ മീഡിയ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മൾ ഇടപെടുന്ന ആൾക്കാരുടെ അനുസരിച്ച് ഇങ്ങനെ പല കാര്യങ്ങളാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് മൂലം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് പലപ്പോഴും വരുന്നു. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് അകലുന്നതിലൂടെ നമ്മൾ ദൈവവുമായിട്ട് അകലുക എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഈ ദൈവവചനവുമായിട്ട് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ മറ്റു ബന്ധങ്ങളിൽ കൂടി, ദൈവവുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മറ്റു ബന്ധങ്ങളിൽ കൂടി വലിയ വിള്ളലുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ, നമുക്ക് ന്യായമായത് പ്രവർത്തിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേദപഠനത്തിന് സമയം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അത്രമാത്രം നമ്മൾക്ക് നമ്മുടെ സ്വർഗീയ ജീവിതത്തിലും നമ്മുടെ ഈ ലോക ജീവിതത്തിലും നമുക്ക് എന്ത് ഉണ്ടാവും? ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറയുന്നത് അത് അധികാരമുള്ളതാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനപ്പാഠ വാക്യത്തിൽ പഠിച്ചതാണ്, അല്ലേ? നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് വളരെ ശക്തമാണ്, ചൈതന്യമുള്ളതാണ്. അത് നമ്മുടെ സന്ധികളെയും, അതായത് നമ്മുടെ എല്ലുകളെയും നമ്മുടെ മജ്ജ വരെ തുളച്ച് ചെല്ലുവാൻ തക്ക മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്നാണ് നമ്മൾ മനപ്പാഠവാക്യത്തിൽ പഠിച്ചത്. ഇനി നമ്മൾ 2 തീമോത്തിയോസ് 3:15-17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: നീ പഠിച്ചും
നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം എന്ന് പറയുന്നത് അത് അധികാരമുള്ളതാണ്, അല്ലേ? അത് നമുക്ക് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇത്രയും അധികാരമുള്ള, ഇത്രയും ശക്തമായ, ഇത്രയും ചൈതന്യമുള്ള, ഇത്രയും ജീവനുള്ള ഈ ദൈവത്തിൻ്റെ തിരുവചനം അത് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് ഇന്ന് ഈ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുവചനം അവരെടുത്തിട്ട് ഇങ്ങനെ കണ്ണും അടച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്യം അവർ തുറന്നു നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കണ്ണും അടച്ചുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വാക്യത്തിലേക്ക് നമ്മുടെ വിരലിൽ കൊണ്ടുവച്ചിട്ട് അതിൽ ആശ്വാസം കണ്ടെത്തുവാനായിട്ട്, അതിലൂടെ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാനായിട്ട് ചില ആളുകൾ, ചില വ്യക്തികൾ നമ്മൾ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മളും ഇതേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴും നമ്മൾ ഒരു കൗമാര പ്രായക്കാരായിരിക്കുമ്പോഴൊക്കെ ഇതേ തെറ്റുകളൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, ചില ആളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ സങ്കീർത്തനം മാത്രമേ വായിക്കാറുള്ളൂ. ചില ആളുകളാണെങ്കിൽ പഴയ നിയമമേ വായിക്കാറുള്ളൂ. ചില ആളുകൾ പുതിയ നിയമം മാത്രമേ വായിക്കാറുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതും നമ്മോട് അനുഭാവത്തോടു കൂടി സംസാരിക്കുന്നതുമായ വചനം മാത്രം കേൾക്കുവാനല്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 2 തീമോത്തിയോസിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അത് നമുക്ക് ഉപദേശത്തിനാണ്. നമ്മളെ ഉപദേശിക്കും, അത് നമ്മളെ ശാസിക്കും, അത് നമ്മളെ ഗുണീകരിക്കും, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഇത് സമ്പൂർണ്ണമായിട്ട് പഠിക്കുവാനായിട്ട്, അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരേ മനസ്സോടുകൂടി ഒരേ പ്രാർത്ഥനയോടുകൂടി അത് പഠിക്കുവാനുള്ള ഒരു ഉത്സാഹം നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആണെങ്കിലും നമ്മളൊക്കെയും ദിവസം തോറും രാവിലെയും രാത്രിയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. കാരണം എന്തുകൊണ്ടാണ്? സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ടാകുന്നു? ഒരു ആശ്വാസം കിട്ടുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നമ്മൾ വായിക്കുന്നു. എന്നാൽ അത് മാത്രം വായിക്കുകയല്ല, ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം സമ്പൂർണ്ണമായി പഠിക്കുകയും താഴ്മയോടുകൂടി നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. നമുക്കറിയാം, നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് അഹങ്കാരത്തോടു കൂടിയും സമീപിക്കാം, വിമർശനാത്മകപരമായിട്ട് സമീപിക്കാം, അല്ലേ? കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ കാണുവാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു, ഈ വക ചിന്തകളെല്ലാം, അതായത് എന്നാൽ പലപ്പോഴും നമ്മുടെ അമിതമായ ആത്മവിശ്വാസവും നമ്മൾ സ്വയം പര്യാപ്തരാണ് എന്നുള്ള ചിന്തയുമൊക്കെ നമ്മളെ ദൈവവചനത്തിൽ നിന്ന് അകറ്റുകയും നമ്മൾ മറ്റ് പല ഉപദേശങ്ങളിലും തീരുമാനങ്ങളിലും നമ്മൾ കുടുങ്ങിപ്പോവുകയും ചെയ്യുവാനായിട്ട് ഇടവരുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങളും വിമർശനാത്മകപരമായ ചിന്തകളും ഒക്കെ വെടിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് ഒരു ക്രിസ്ത്യാനി എപ്പോഴും അതിനകത്ത് ശ്രമിക്കുകയും അതിനകത്ത് ഉത്സുകരായിരിക്കുകയും ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കൊന്നുമില്ലാത്തപ്പോഴും നമുക്കെല്ലാം ഉള്ളപ്പോഴും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യെശയ്യാവ് 55:9 ഇപ്രകാരം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവത്തിൻ്റെ വിചാരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ മനോഭാവത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ആകാശം എങ്ങനെയാണോ നമുക്ക് എത്ര അകലെയാണോ ആകാശമുള്ളത്, അതുപോലെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളും ഉള്ളത്. അത് മനസ്സിലാക്കുവാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല?
നമുക്ക് ഒരു വേദപുസ്തകത്തിൻ്റെ ഒരു ഉപരിതല വായനയിലൂടെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യണം, വേദപഠനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ദൈവം നമ്മെ നേർവഴി കാണിക്കുകയും ഉപദേശിക്കുകയും നമ്മളെ ശാസിക്കുകയും എല്ലാം ചെയ്ത് നമ്മളെ നേർവഴിക്ക് നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. നമ്മൾ യോഹന്നാൻ 17:7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് സത്യമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പ്രവചനങ്ങൾ, എല്ലാ പ്രവചനങ്ങളും അല്ലേ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളെല്ലാം, അതായത് നമ്മൾ പരിശോധിക്കുമ്പോൾ അനേകം പ്രവാചകന്മാർ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. ആ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ നിറവേറപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ അറിവുകളും ആലോചനകളും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തയിൽ വരുന്ന, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും ആ ചിന്തയെ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കി അതിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം ദിനംതോറും നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ സത്യത്തെ, അല്ലെങ്കിൽ ദൈവം എന്ന സത്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സങ്കീർത്തനം 12:6 നമ്മൾ നോക്കുകയാണെങ്കിൽ, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ സകല വചനങ്ങളും എങ്ങനെയാണ്, അത് ശുദ്ധി ചെയ്തതാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സദൃശ്യവാക്യം 30:5-6 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ, അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ശുദ്ധിയുള്ളതാണ്, അത് സത്യമാണ്. അതിനോട് നമ്മളൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഭാവനയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയോ ചെയ്യരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് അനേകം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ നോക്കുമ്പോൾ അനേകം പുസ്തകങ്ങൾ ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം പതിയെ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു 6000 വർഷം മുമ്പ് അതെങ്ങനെയാണോ മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്, ഒരു 2000 വർഷം മുമ്പ് അതെങ്ങനെയാണോ മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്, ആ വചനം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുവെന്നും ഇന്നും മനുഷ്യരെ അതിലേക്ക് ആകർഷിക്കുവാനും, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെ ഉതകിയോ അതുപോലെ തന്നെ ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലും അതിന് ചേരുന്ന വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിൻ്റെ വചനത്തിന് എന്തില്ല, അതിന് മാറ്റമില്ല, അതിന് പഴക്കമില്ല എന്ന് നമുക്ക് ഈ ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുകയും ഇതിന് ഒളിഞ്ഞിരിക്കുന്ന ഗുപ്തനിധികളെ നമുക്ക് ദൈവം എന്ത് ചെയ്യും, വെളിപ്പെടുത്തി തരികയും നമ്മുടെ ഹൃദയത്തോട് ദൈവം എപ്പോഴും സംസാരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സംസാരം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ അതിലൂടെ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, ആ ശബ്ദത്തെ കൂടുതൽ തെളിച്ചത്തോടുകൂടി കേൾക്കുവാൻ എന്ത് ചെയ്യും, സഹായിക്കും. നമ്മളിത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇനി നമുക്ക് നോക്കാം വേദപുസ്തകത്തിൻ്റെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. നമ്മുടെ മനപ്പാഠവാക്യം പഠിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ ഇരുവശത്തും മൂർച്ചയുള്ള ഒരു ആയുധത്തോട് അല്ലെങ്കിൽ ഒരു വാളിനോടാണ്
ഉപമിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഏറ്റവും ശക്തമായ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിൻ്റെ വചനം അധികാരമുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. ദൈവത്തിൻ്റെ വചനം സത്യമുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. നമുക്കറിയാം, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം കിട്ടുന്നതിന് വേണ്ടി, നമുക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായ ഊർജം കിട്ടുന്നതിന് വേണ്ടി നാം എല്ലാവരും ആരോഗ്യപരമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമ്മളെല്ലാവരും കഴിക്കുന്നവരാണ്. എന്നാൽ ഇതുപോലെ തന്നെ നമ്മളെങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ആത്മീയ വിശപ്പിനെയും അടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആത്മീയമായ വിശപ്പിനെ അടക്കുവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പിനെ അടക്കുവാനുള്ള ഏറ്റവും നല്ല ആഹാരമാണ് വേദപഠനം എന്ന് പറയുന്നത്. നമ്മൾ വേദപഠനം നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോഴും നമ്മൾ നിരാശയിലായിരിക്കുമ്പോഴും നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ സന്തോഷ നിമിഷങ്ങളിലും എല്ലാം ദൈവവചനം നമ്മൾ പ്രാർത്ഥനയോടെ വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദവും സമാധാനവും ഒക്കെ തരുന്നത് എന്താണ്? അത് ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മളെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഈ സമാധാനം, ഈ ദിവ്യമായ സമാധാനം തരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അകന്നു പോകുന്നോ അത്രമാത്രം നിരാശയിലും ആശങ്കയിലും നമ്മൾ ജീവിതം എന്ത് ചെയ്യേണ്ടി വരും? ജീവിച്ച് തീർക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷമുണ്ടാകും, നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ സഭയിൽ മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാകും. കാരണം നമുക്കറിയാം, മാറ്റം എന്ന് പറയുന്നത് അത് വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലേ? നമുക്കൊരു സമൂഹത്തെ മാറ്റണമെങ്കിൽ ഓരോ വ്യക്തികളിലും ആ മാറ്റങ്ങൾ ഉണ്ടായാലേ ആ സമൂഹം എന്ത് ചെയ്യത്തുള്ളൂ? സമൂഹം എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ? അപ്പം നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടായാലേ മറ്റുള്ളവരിലേക്കും ആ മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്രകാരം ദൈവവചനത്തോട് അടുത്തിരിക്കുമ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. നമ്മൾ സങ്കീർത്തനം 119:11 ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേ വാക്യം തന്നെ, അതായത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ജോസഫ് പറയുന്നത് നമ്മൾ കാണുന്നത് അല്ലേ? നമുക്കറിയാം, പോത്തിഫറിൻ്റെ ഭാര്യയിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടായപ്പോൾ അവിടെ ജോസഫ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്നാണ് അവിടെ പറയുന്നത്. അപ്പം എന്താണ്? നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? പാപം ചെയ്യാതിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാപത്തിൻ്റെ വഴിയിലേക്ക് ഏറ്റവും പെട്ടെന്ന് പാപത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകും. അതായത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ നീതിയല്ലാത്ത ഒരു കാര്യം ചെയ്യുവാനായിട്ട് വിലക്കുന്നത്. നമുക്ക് ഈ ലോകത്തിന് അനുരൂപമായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ വിലക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഭാവനകൾ എല്ലാം എന്തു ചെയ്യും? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെടുകയും മറ്റുള്ളവർ നമ്മുടെ ആ വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യും അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയും. നിരന്തരമായ വേദപഠനവും പ്രാർത്ഥനയും നമ്മെ എന്ത് ചെയ്യും? പാപത്തിൽ നിന്ന് അകറ്റുകയും നമ്മളെ നിത്യജീവന് യോഗ്യരാക്കി തീർക്കുകയും
ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മൾ പഠിക്കണമെങ്കിലും, നമ്മളത് മനസ്സിലാക്കണമെങ്കിലും, അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലണമെങ്കിലും നമുക്ക് ഹൃദയത്തിൽ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതായത് ദൈവവുമായുള്ള ബന്ധത്തിൽ നാം വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനത്തെ നാം വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അതായത് വിശ്വാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. അതായത് നമ്മളൊരു ഉപരിതല വായന വായിക്കുന്നതിലൂടെ, അതായത് നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, അതോടൊപ്പം നമ്മളൊരു ഇച്ചിരി ദൈവത്തിൻ്റെ വചനം വായിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമ്മളൊരു വചനം എടുത്ത് വായിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മളൊരു വചനം എടുത്ത് വായിച്ചു, അങ്ങനെയല്ല. അതൊരു ഉപരിതല വായന എന്ന് പറയും. അതായത് അപ്പോഴുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ഉപയോഗിക്കുകയാണ്. ഇത് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും എന്നുള്ള ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നത്, നമ്മളിൽ പ്രവർത്തിക്കുന്നത്. വിശ്വാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു മാറ്റവും നമ്മളിൽ വരുത്തുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ഉപരിതല വായന പോലെ, അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ച് തീർക്കാനേ പറ്റത്തുള്ളൂ ദൈവത്തിൻ്റെ വചനം. എന്നാൽ നമ്മൾ താഴ്മയോടുകൂടി നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് അത് വായിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ 1 തെസ്സലോനിക്കർ 2:13 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ നാം കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ എന്ത് ചെയ്യണം, നമ്മൾ അനുവദിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും, ക്രിസ്തുവിനോട് നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിലാപങ്ങൾ 3:22 ഇപ്രകാരം പറയുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, യഹോവയുടെ ദയ നമ്മോടുള്ളത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്, മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അത് അവൻ്റെ കരുണ ഒരു നാളും തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പാഠം കേൾക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തോടകന്നാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ നിങ്ങൾ സമയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇന്ന് ഈ ഒരു പാഠം നമ്മൾ കേൾക്കുമ്പോൾ ദൈവം വിശ്വസ്തനാണ് എന്നും വാക്ക് മാറാത്തവനാണ് എന്നും, ഞാൻ എത്ര പാപിയാണെങ്കിലും, ഞാൻ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ എത്ര വലിയ പാപത്തിലാണ് ജീവിച്ചതെങ്കിലും എൻ്റെ ദൈവം ഇപ്പോഴും എന്നെ കാത്ത് അവിടെ ഉണ്ട് എന്നും, എൻ്റെ വിളിക്ക് ചെവി ചായ്ക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മെ വരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വിലാപങ്ങൾ എന്ന ഈ പുസ്തകത്തിലൂടെ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പകർന്നു നൽകുന്നത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയും നിങ്ങൾ മുടിഞ്ഞു പോകാത്തത് എൻ്റെ ദയ കൊണ്ടാകുന്നു. എൻ്റെ ദയ എന്ന് പറയുന്നത് രാവിലെ തോറും പുതുക്കമുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് നമുക്ക് ഒന്നും തടസ്സമല്ല. അതായത് നമ്മുടെ നിരാശയോ നമ്മുടെ സംശയങ്ങളോ നമ്മുടെ പ്രശ്നങ്ങളോ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നമ്മുടെ മറ്റ് പല മേഖലകളിലുള്ള പല പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് ഒരു ഒഴികഴിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവം എപ്പോഴും എന്താണ്,
തുറന്ന കൈകളോടുകൂടി അല്ലേ ആ മുടിയനായ പുത്രനെ ആ പിതാവ് എങ്ങനെയാണോ നോക്കി, നമ്മൾ ആ മുടിയനായ പുത്രൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്നത് ദൂരത്ത് നിന്നേ തൻ്റെ മകൻ വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൂരത്ത് നിന്നേ ആ മകൻ വരുന്നത് കാണണമെങ്കിൽ ആ പിതാവ് അവനെ പ്രതീക്ഷിച്ച് ദിവസം തോറും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം അത് നമ്മുടെ പിതാവാണെങ്കിൽ, സ്വർഗീയ പിതാവിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഇന്ന് നമ്മൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തോടകന്നാണ്, ക്രിസ്ത്യാനികളായ നമ്മൾ ദൈവത്തോടകന്നാണ് ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് വലിയൊരു ആഹ്വാനം ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരികയാണ്, എനിക്കും നിങ്ങൾക്കും തരികയാണ്. ദൈവത്തിൻ്റെ വചനത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും സഭകളിലെല്ലാം എന്ത് ചെയ്യും? അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വ്യത്യസ്തനായ മനുഷ്യനായി, ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ ഹൃദയമുള്ള മനുഷ്യനായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. നമുക്ക് ആ വിളിക്കായി ചെവി ഓർക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.